സമയം 7:30 മോളെ സ്കൂളിൽ വിടാൻ സമയമായി. ഒന്ന് ഒരുക്കാമോ? ഇത്ര വേഗം അങ്ങ് നേരം വെളുത്തോ? പണ്ടൊക്കെ ഒരു ടൈം പീസ് ഓഫ് ചെയ്ത് വെച്ചിടുന്ന് അങ്ങ് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോഴവളാണ് 5-6 ഫോണിൽ അലാം വെച്ച് തന്നേച്ച് പോയിരിക്കുന്നത്. അതെ, ഞാൻ മോളെ വിട്ടിട്ട് വരാമേ. ഹോ കർത്താവേ, ഇന്നത്തേടെങ്കിലും ശരിയായി കിട്ടണേ. ശേ, ഒരു മാനേജയില്ലല്ലോ. വെറുതെ പൂൾ ഫേസിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ 50 രൂപ കൊടുത്തത്. വർമ്മ കഴിച്ച് മരിച്ചെന്നാ? ഓ, ഷവർമ്മ കഴിച്ച് മരിച്ച. കൊടി വാസുവും കിർമാണി തങ്കപ്പനും ഉടനെ വലയിലാകും. പിന്നെ അവന്മാരിങ്ങനെ പുഴയെ കൂടെ നീന്തി കളിച്ച് നടക്കല്ലേ വലയിട്ട് പിടിക്കാനായിട്ട്. ഹോ, ഇതിൻ്റെയൊക്കെ പേര് കൊള്ളാം. കൊടി വാസു, കിർമാണി തങ്കപ്പൻ. നമുക്കുണ്ടൊരു പേര്, അരുൺ. കാര്യം പോലും കേട്ടതും പേടിക്കുകയല്ല. ചേട്ടാ, ഈ കൊടിവാസുവിനെ പിടിച്ചോ? കൊടിവാസുവിനെ പിടിച്ചോന്നറിയാനാവും ഉത്സാഹം. കണ്ണൂരിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്ന് കുടുംബക്കാരൊക്കെ പറഞ്ഞതാ. കേട്ടില്ലെന്നേരം. എവളാരും ഉണ്ണിയാർച്ചയാ. ഡിയേ, ഒരു ചായ. അല്ല, എന്താ നിങ്ങളുടെ രാജുവിന്റെ മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് റിപ്പോർട്ട് ബാഗിൽ കണ്ടില്ലല്ലോ? ബാംഗ്ലൂരിൽ നീന്തൽ താരം ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. എടി, സ്പോർട്സുകാർ വരെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് എന്ത് കാര്യം? നീ ആ ചായ ഇതാ. വിഷയം മാറ്റാൻ വരട്ടെ. ആദ്യം റിപ്പോർട്ട് ഇങ്ങ് എടുത്തോണ്ടാ, എന്നിട്ട് തരാം ചായ. റിപ്പോർട്ട് കിട്ടിയാലേ നീ ചായ തരത്തുള്ളല്ലേ? ചുമ്മാതല്ല ഞാൻ എവിടെയെങ്കിലും തപ്പിയിട്ട് ഇത് കിട്ടാത്തത്. നിന്നെ സമ്മതിക്കാം. അതെന്താ? അല്ലേ നീ സമ്മതിക്കല്ലോ. ഇതിനും ചായ എന്നൊക്കെ പറയാവോടി. ഇന്നെന്താടി ബ്രേക്ക്ഫാസ്റ്റിന്? കാടി വെള്ളം ഒലക്ക് പുഴുങ്ങിയതും. ആഹാ, എല്ലാത്തിനും നല്ല A+ മാർക്കാണല്ലോ. ഞാൻ പണ്ട് പോലെ അങ്ങനെ അടി ക്ലാസ്സിൽ ഫസ്റ്റാ. ദൈവമേ, HDL, LDL, ടോട്ടൽ കൊളസ്ട്രോൾ എല്ലാം കൂടുതലാ. ഇനി അതൊന്നും കൂടത്തില്ലെന്ന് നമ്മുടെ ഡോക്ടർ പറയുന്നത്. അതെന്താ? ഓ, എല്ലാം അതിൻ്റെ മാക്സിമത്തിലെത്തി. നീ എന്ത് കൂടാ? അത് വേണ്ട. ഡേഡി നല്ല ചായ അടിയത്. നീ ഇതാ. ഇനി മുതൽ മധുരം ഇടാത്ത ഗ്രീൻ ടീ കുടിച്ചാൽ മതി. ഞാൻ പോയി എടുത്തിട്ട് വരാം. കളി നമ്മളോടാ അവിടെ. മാതാവേ, എൻ്റെ ചായ. നീ ആ ഗ്രീൻ ടീ അങ്ങ് കുടിച്ചോ. നിന്റെ ആരോഗ്യം നന്നാവട്ടെ. ഹലോ.
ഹലോ മോനെ അനിതാൻ്റെയാ, അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ, ആ ഒരു മിനിറ്റ്. ബൈ കിച്ചു. ഹലോ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. അരുണിൻ്റെയും രാജീവിൻ്റെയും മറ്റേ ഹെൽത്ത് ചെക്കപ്പ് റിപ്പോർട്ട് ഇന്നലെ വന്നല്ലോ. അതിൽ അരുണിൻ്റെ ഭയങ്കര കൂടുതലാണ്. ആ, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. രാജീവേട്ടൻ്റെ റിസൾട്ട് എല്ലാം ഹൈയാ. പുള്ളിയാണെങ്കിൽ കുറച്ച് ഡയറ്റൊക്കെ നോക്കുന്നുണ്ട്. മധുരം ഇല്ലാത്ത ഗ്രീൻ ടീ മാത്രമേ കുടിക്കുന്നുള്ളൂ. പക്ഷെ ആ തടി അങ്ങോട്ട് കുറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വൈകിട്ട് എന്നാൽ വീട്ടിലേക്ക് വാ. നമുക്ക് എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റത്തുള്ളൂ, ഇന്ന് തന്നെ. അപ്പോൾ ശരി, വൈകിട്ട് കാണാം. ശരി, ബൈ. നിങ്ങൾക്കല്ലേ ഗ്രീൻ ടീ ഒക്കെ കുടിക്കാൻ ബുദ്ധിമുട്ട്. അവിടെ രാജീവൊക്കെ ഡെയിലി ഗ്രീൻ ടീയാണ് കുടിക്കുന്നത്. ഗ്രീൻ ടീ എൻ്റെ പട്ടി കുടിക്കും. ഹോ, വെള്ളം ഒഴിക്കാതെ ഓൾഡോങ് റമ്മ കുടിക്കുന്നതായിരുന്നു ഇതിനേക്കാളും ഭേദം. അതല്ല അരുൺ, ഈ ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. വിറ്റാമിൻ ആ, ഇ, ഉ, ല് ഏതാണ്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഹോ, എന്നാൽ ഇത് ഇച്ചിരി കടുപ്പളിയാ. വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ കിട്ടുന്ന കയ്പ് നീര് ഇതിനേക്കാളും ഭേദമാണ്. മമ്മി ഷോപ്പിങ്ങിന് പോകുമ്പം പപ്പയും രാജീവ് അങ്കിളും ഗ്രീൻ ടീ വീട്ടിലിരുന്ന് കുടിക്കാറുണ്ടല്ലോ. ഓഹോ, അപ്പോൾ ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ഇതാണല്ലേ പരിപാടി ഇവിടെ? ഓഹോ, അപ്പോൾ ഇതാണല്ലോ അരുണിൻ്റെ വീട്ടിൽ വാട്ടർ പ്രോബ്ലം പരിഹരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോയത്. ഓ ശരി, ചീട്ടിടറേ. ഈ ചീട്ടുകളി എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ ആലോചിച്ച് കളിക്കുന്ന ഒരു കളിയാണ്. അതാ ചെവിയിലോട്ട് നോക്കിയാൽ തന്നെ ആർക്കും മനസ്സിലാവും.